എറണാകുളം മുതയംപേരൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്നും. സാലി, പൊളിച്ചു നീക്കാൻ തീരുമാനിച്ച കെട്ടിടമായതിനാൽ തന്നെ അതിനുവേണ്ട നടപടികളും മുൻകരുതലും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും ഇതൊരു പഴയ കെട്ടിടമാണ്. 100 വർഷത്തിലധികം പഴക്കമുണ്ട്. ഈ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വരാജ് MLA ആയിരുന്ന കാലത്ത് 2020 MLA ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് പുതിയ കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിലാണ് ക്ലാസ് മുറികളൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കണ്ടനാട് JB സ്കൂളിലാണ് സംഭവം. പക്ഷെ ഈ സംഭവം നടക്കുമ്പോൾ ഈ കെട്ടിടത്തിന് അകത്ത് കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. മേൽക്കൂര ഓടിട്ട കെട്ടിടമാണ്. മേൽക്കൂരയാണ് തകർന്ന് ക്ലാസ് മുറിക്കുള്ളിലേക്ക് പതിച്ചത്. പക്ഷെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്, ചില ദിവസങ്ങളിൽ കുട്ടികൾ ഇതിനകത്ത് ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമായിരുന്നു. അത് പക്ഷെ നേരത്തെ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും അവിടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നില്ലാത്തൊരു കെട്ടിടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷെ കുട്ടികൾ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നുവെങ്കിൽ അത് പ്രതിസന്ധിയാകുമായിരുന്നു. ഇപ്പൊ ആർക്കും പരിക്കില്ല. ശരി, ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. എറണാകുളം മുതയംപേരൂരിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. അതിനാൽ തന്നെ വേണ്ട മുൻകരുതലൊക്കെ എല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു. അതിനാൽ തന്നെ ആളപായമില്ല. സ്കൂൾ പ്രവർത്തിക്കുന്ന ദിവസം തന്നെയാണ്. കുട്ടികളൊന്നും തന്നെ ഈ സ്കൂൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. പഴയ കെട്ടിടമാണ്, പൊളിച്ചു നീക്കാൻ തീരുമാനിച്ച കെട്ടിടമാണ്. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.